പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡിന് സമീപം മരം കടപുഴകി വീണു. സംഭവ സമയത്ത് റോഡിൽ ആരുമില്ലാത്തതിനാൽ അപകടം ഒഴിവായി. പാലക്കാട് കൽപ്പാത്തിയിൽ 2 കടകൾ തകർന്നു. ഗോകുൽ VS വിവരങ്ങൾ നൽകും. ഗോകുലി, മുനിസിപ്പൽ സ്റ്റാൻഡിന് സമീപത്തേക്ക് അവിടെ കടപുഴകി വീണ മരം മുറിച്ചു മാറ്റി കഴിഞ്ഞു. കൽപ്പാത്തിയിലെ അപകടത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? മുനിസിപ്പൽ സ്റ്റാൻഡിന് സമീപമുള്ള മരം ഏകദേശം പൂർണ്ണമായി തന്നെ മുറിച്ചു മാറ്റി കഴിഞ്ഞു. ഞാനിപ്പോൾ അത് കഴിഞ്ഞ് കൽപ്പാത്തിയിലേക്ക് എത്തി. കൽപ്പാത്തിയിൽ ഇപ്പോൾ ഒരു 2 നില കെട്ടിടത്തിൻ്റെ മുകൾ വശമാണ് ഇടിഞ്ഞ് വീഴുന്ന നിലയിലുണ്ടായത്. ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തെ പകുതി ഇടിഞ്ഞ് താഴെ വീഴുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് ആർക്കും പരിക്കുകളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല. ആ സമയം വീഴുന്ന സമയം അടിയിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ ഈ കടയിൽ ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹം ഓടി പെട്ടെന്ന് മാറിയത് കൊണ്ട് മാത്രം വലിയൊരു അപകടം ഒഴിവായി. ചേട്ടൻ ആണ് ഉള്ളിലുണ്ടായിരുന്നില്ല ആ സമയത്ത്? അപ്പൊ എങ്ങനെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു? ആ സമയത്ത് ഒരു സൗണ്ട് കേട്ടു. അപ്പൊ ഞാൻ പുറത്ത് ഇറങ്ങണ്ട മഴത്താറിന് കുറെ കഞ്ഞി ഉണ്ടാക്കണം പിടിക്കണം ഇതിൻ്റെ നോക്കുമ്പോൾ എന്താ പറയുക ഒരു ഇടിപെടുമ്പോൾ സൗണ്ട് കിട്ടും. അങ്ങനെ ഞാൻ ഉള്ളിൽ പുറത്ത് അപ്പോൾ ഓടിങ്ങനെ വീടുണ്ട്. ഉള്ളിൽ ചാടി കഴിയുമ്പോഴേക്കും അങ്ങനെ ഉണ്ട് മുഴുവനായിട്ട് വീണു. അങ്ങനെ പടപടാണ്ട് വീണു. അവളിനെ മാറുന്നു. മറ്റു അപകടമൊന്നും പറ്റിയില്ല? പറ്റിയില്ല, കാര്യമൊന്നും പറ്റിയില്ല. പേടിച്ചോ? അങ്ങനെ പേടിച്ചതാ. ഈരം കിട്ടിയ പോലെ പുറത്തേക്ക് വന്നു. അവിടെ നിൽക്കെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു. പുറത്ത് നിൽക്കാൻ കൊണ്ട് കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ വേഗം ചാട്ടി പുറത്തേക്ക് ഇറങ്ങി അവിടെ വന്നു. പിന്നെ അങ്ങനെ വീട് ഞാൻ മാറി കഴിഞ്ഞപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്. ചേട്ടൻ്റെ പേര്? എൻ്റെ ജോസഫ്. അതിന് ചേട്ടൻ കൃത്യമായിട്ട് ചാടി പുറത്തേക്ക് മാറിയത് കൊണ്ട് മാത്രം വലിയൊരു അപകടം ഒഴിവായി. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അടിയിൽ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ 6:30 ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോഴേക്കും ഇവിടേക്ക് ആളുകൾ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. കെട്ടിടത്തിൻ്റെ മേൽക്കൂരയുടെ പകുതി ഭാഗമാണ് ഇടിഞ്ഞ് താഴേക്ക് വീണത്. ശരി, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കൽപ്പാത്തിയിൽ 2 കടകൾ തകർന്നു.